ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഫോണിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ എഡിറ്റേഴ്സിനും ഒരു സന്തോഷ വാർത്ത ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടും അലൈറ്റ്മോഷനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ട്. AVU എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹൈപ്പ് ഈ ഒരു ആപ്ലിക്കേഷന് കൊടുക്കാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്പ് നമുക്ക് തരുന്ന ഫീച്ചേഴ്സ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സാണ്, ഈവൻ ദോ ആഫ്റ്റർ എഫക്ട്സിലുള്ള ഒരുപാട് ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ആപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് തന്നെ പറയുകയാണെങ്കിൽ സ്മൂത്ത് സ്ലോ മോഷൻ, RSMB, ട്രാൻസിഷൻസ്, കളർ കറക്ഷൻസ്, മോഷൻ ട്രാക്കിംഗ്, ക്യാമറ ട്രാക്കിംഗ്, പിന്നെ ആഫ്റ്റർ എഫക്ട്സിലുള്ള ഒരുപാട് എഫക്ട്സ്, ക്യാമറ ലെൻസ് ബ്ലർ, BCC ലെൻസ് ബ്ലർ, കീ ഫ്രെയിംസ്, ഗ്രാഫ്സ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ ഒരു ആപ്പ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടോ ഈ ഒരു ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ അലൈറ്റ്മോഷനെക്കാട്ടിയും കുറച്ചുകൂടി മുകളിൽ, ഒരു തട്ട് മുകളിൽ നിൽക്കുന്ന ഒരു വേർഷനാണ് ഈ ഒരു ആപ്പ്, AVU എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്. ഇനി ഈ ഒരു ആപ്പിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു അലൈറ്റ്മോഷൻ യൂസറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു അലൈറ്റ്മോഷൻ വീഡിയോ എഡിറ്റർ ആണെങ്കിൽ AVU ബേസിക് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ട്യൂട്ടോറിയലിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കറക്റ്റ് അലൈറ്റ്മോഷൻ്റെ കോപ്പി അടിച്ച് വെച്ച പോലെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. കറക്റ്റ് കോപ്പി അടിച്ച് വെച്ച പോലെ ഒന്നല്ല കേട്ടോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും കറക്റ്റ് അലൈറ്റ്മോഷൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഇൻ്റർഫേസാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബേസിക് ട്യൂട്ടോറിയലിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ അലൈറ്റ്മോഷനിൽ എങ്ങനെയാണോ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് AVU എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലും വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നില്ല. കറക്റ്റ് ഒരു അലൈറ്റ്മോഷൻ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കൺഫ്യൂഷനും ഒരു ഡൗട്ടും വരുന്നില്ല. ഇനി നമുക്ക് AVU എന്ന് പറയുന്ന ആപ്പിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് എഫക്ട്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് വൈസ് നമുക്ക് അലൈറ്റ്മോഷനെക്കാട്ടിയും ഒരു പടി മുമ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ എന്തോ നമുക്ക് സ്മൂത്ത് സ്ലോ മോഷൻ വരുന്നുണ്ട്. നമ്മൾ അലൈറ്റ്മോഷൻ വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നമുക്ക് VSCO അല്ലെങ്കിൽ സ്മൂത്ത് ആക്ഷൻ ക്യാം എന്ന് പറയുന്ന ആപ്പിൻ്റെ ഒക്കെ സഹായം വേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്ക് സ്മൂത്ത് സ്ലോ മോഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് RSMB വരുന്നുണ്ട്. ഒരു അലൈറ്റ്മോഷൻ വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നമുക്ക് RSMB നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു ആഫ്റ്റർ എഫക്ട്സ് യൂസറിന് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോഡ് വീഡിയോ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ നോഡ് വീഡിയോൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോൺസിലൊന്നും വർക്ക് ചെയ്യില്ല, ചില ഫോൺസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പടി മുമ്പിലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി നമ്മൾ അലൈറ്റ്മോഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AVU ആപ്പിലുള്ള ഒരു ടെമ്പററി അഡ്വാൻറ്റേജിനെ പറ്റിയിട്ട് സംസാരിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ എഫക്ട്സും നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അലൈറ്റ്മോഷനിൽ നമുക്കൊരു പെയ്ഡ് വേർഷൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആപ്പിൽ നമുക്ക് വാട്ടർമാർക്ക് വരുന്നില്ല, അലൈറ്റ്മോഷനിൽ നമുക്ക് വാട്ടർമാർക്ക് വരുന്നുണ്ട്. ഇത് ഞാനൊരു ടെമ്പററി അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു AVU എന്ന് പറഞ്ഞ ആപ്പ് വേർഷൻ 1.0 ആണ്, പുതിയൊരു വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവരിത് മാറ്റുമോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ടെമ്പററി അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ളൊരു ഘടകത്തിലോട്ട് കിടക്കാം, AVU എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജ്. അലൈറ്റ്മോഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AVU എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ അലൈറ്റ്മോഷനെക്കാട്ടിയും ഡബിൾ ലാഗ് ഉണ്ട്. അത് ഒരു മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒന്നാമത് അലൈറ്റ്മോഷനിലെ ലാഗാണ്. ഇനി AVUവിൽ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഊഹിച്ച് നോക്കാൻ പറ്റും എത്രത്തോളം ലാഗ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ iOS യൂസേഴ്സിന് ഒരു തരത്തിലുള്ള ലാഗും എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തില്ല. ഈവൻ ദോ ഞാൻ ബ്ലർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കി, പക്ഷേ അധികം ലാഗൊന്നും iOSൽ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ നല്ല ലാഗ് ഉണ്ട്, പൊതുവേ നല്ല ലാഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഒരുപാട് പേര് പറഞ്ഞു ഒടുക്കത്തെ ലാഗാണെന്നുള്ളത്. അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഈവൻ ദോ പക്ഷേ ഇതൊരു പുതിയ ആപ്ലിക്കേഷനാണ്, പുതിയൊരു വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവർ ഈ ഒരു ലാഗ് എല്ലാം ഫിക്സ് ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അലൈറ്റ്മോഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ആപ്ലിക്കേഷൻ ഇതുവരെ ലാഗൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ലാഗ് പറയാം. ഇനിയെല്ലാം നിങ്ങളുടെ കൈകളിലാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. ഞാൻ നല്ല എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഞാനത് എന്തായാലും തീർച്ചയായിട്ടും പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ കണ്ടതാണ്. അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. AVU എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് പറയുക. സോ AVU എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.